എന്താണ് വാഹനത്തിലെ എസി സിസ്റ്റം? വാഹനത്തിലെ എസി സിസ്റ്റം യാത്രക്കാർക്ക് സുഖകരമായ തണുപ്പ്, ശരിയായ വായു ഗുണനിലവാരം, കുറഞ്ഞ ഈർപ്പം എന്നിവ നൽകുന്നതിനുള്ള പ്രധാന സൗകര്യമാണ്. ഈ സംവിധാനം കംപ്രസർ, കണ്ടൻസർ, റിസീവർ ഡ്രയർ അല്ലെങ്കിൽ അക്യൂമുലേറ്റർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ എന്നീ ഘടകങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തനക്രമം: കംപ്രസർ എഞ്ചിൻ ബെൽറ്റിലൂടെ പ്രവർത്തിച്ച് റിഫ്രിജറന്റ് ഗ്യാസിനെ ഉയർന്ന മർദ്ദത്തിലും ചൂടിലും കംപ്രസ് ചെയ്യുന്നു. തുടർന്ന് കണ്ടൻസറിൽ വെച്ച് വാഹനത്തിന്റെ മുൻഭാഗത്തെ ഫാനുകളുടെയും വായു ഒഴുക്കിന്റെയും സഹായത്തോടെ ഈ ചൂടുള്ള ഗ്യാസ് തണുത്ത് ദ്രാവകമാകുന്നു. റിസീവർ ഡ്രയർ വഴി കടന്നുപോകുമ്പോൾ റിഫ്രിജറന്റിലെ ഈർപ്പവും മലിനീകരണങ്ങളും ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. എക്സ്പാൻഷൻ വാൽവിലെത്തുമ്പോൾ മർദ്ദം പെട്ടെന്ന് കുറയുകയും റിഫ്രിജറന്റ് വളരെ തണുത്ത ദ്രാവകവാതക മിശ്രിതമായി മാറുകയും ചെയ്യുന്നു. ഇവാപ്പറേറ്ററിൽ വെച്ച് റിഫ്രിജറന്റ് ക്യാബിനിലെ വായുവിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്ത് വീണ്ടും വാതകമാകുന്നു. ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് എസി ബ്ലോവർ ഫാൻ തണുത്ത വായുവിനെ വാഹനത്തിനുള്ളിലേക്കെത്തിക്കുന്നു. നിയന്ത്രണവും സാങ്കേതികവിദ്യകളും: എസി പ്രവർത്തനം താപനില, മർദ്ദം, റിഫ്രിജറന്റ് നില, ഫാൻ വേഗത എന്നിവയ്ക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായോ മാനുവലായോ നിയന്ത്രിക്കാൻ സാധിക്കും. പുതിയ വാഹനങ്ങളിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, ക്യാബിൻ എയർ ഫിൽട്ടർ, ഡ്യുവൽ സോൺ എസി, പൂർണ്ണ ഡിജിറ്റൽ നിയന്ത്രണം പോലുള്ള സംവിധാനങ്ങൾ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ എസി പ്രവർത്തിക്കുമ്പോൾ വാഹനത്തിന്റെ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഇക്കോ മോഡ്, ഇലക്ട്രിക് കംപ്രസർ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളും ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്.